നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആയിരുന്നു. ഈ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ ലോ അല്ലെങ്കിൽ ഈ തിയറി എക്കണോമിക്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. അപ്പം ഈ തിയറിയിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യൂട്ടിലിറ്റി എന്താണെന്നാണ്, പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി. ഈ മൂന്ന് ടേംസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോയിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി മീൻസ് വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം ആ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാൻ നേരത്തെ ഫസ്റ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അതാണ്. അതായത് ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ നേരത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സംതൃപ്തിയാണ് ആക്ച്വലി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് സാറ്റിസ്ഫാക്ഷൻ ലെവല്. ഇനി ഈ യൂട്ടിലിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് യൂട്ടിൽസ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. യൂട്ടിൽസ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് നമ്മൾ യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യുന്നത്. പിന്നെ യൂട്ടിലിറ്റി കാർഡിനൽ കോൺസെപ്റ്റ് ആണെന്ന് പറയും. കാർഡിനൽ കോൺസെപ്റ്റ്. ബിക്കോസ് കാർഡിനൽ കോൺസെപ്റ്റ് എന്ന് പറയാൻ കാരണം മെഷറബിൾ ആണ് ഈ യൂട്ടിലിറ്റി. അതുകൊണ്ട് തന്നെയാണ് കാർഡിനൽ കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. ഇനി ഈ യൂട്ടിൽസ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് മെഷർ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ ഈ യൂട്ടിൽസ് എന്നുള്ള മെഷർമെന്റ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത് ബെൻഹാം ആണ്. ബെൻഹാം എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് ആണ് യൂട്ടിൽ എന്ന് പറഞ്ഞ യൂട്ടിലിറ്റിക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇപ്പൊ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ നേരത്ത് കസ്റ്റമറിന് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി, അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മെഷർ ചെയ്യുന്നത് യൂട്ടിൽ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. പിന്നെ കാർഡിനൽ കോൺസെപ്റ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് മെഷറബിൾ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല കൺസ്യൂം ചെയ്യുക, ഡിഫറെന്റ് പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യും. അപ്പൊ ഓരോ പ്രോഡക്റ്റും കൺസ്യൂം ചെയ്യുമ്പോൾ ആ കസ്റ്റമറിനുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ആ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് എല്ലാ പ്രോഡക്റ്റും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാവുന്ന ആ ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ ആള് ഒരു പ്രോഡക്റ്റ് അല്ല യൂട്ടിലൈസ് ചെയ്യുന്ന, ഡിഫറെന്റ് പ്രോഡക്റ്റുകൾ യൂട്ടിലൈസ് ചെയ്യും അല്ലെങ്കിൽ യൂസ് ചെയ്യും. ആ ഡിഫറെന്റ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ആ കസ്റ്റമർക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. Total utility refers to total satisfaction derived by the consumer from the consumption of a given quantity of a commodity. Next, marginal utility. അടുത്ത ടൈം വരുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എക്കണോമിക്സിലെ മാർജിനൽ എന്നുള്ള ടൈം യൂസ് ചെയ്യുന്നത് അഡീഷണൽ എന്നുള്ള മീനിങ്ങിലാണ്. അഡീഷണൽ എന്നുള്ള മീനിങ്ങിലാണ് മാർജിനൽ എന്നുള്ള ടൈം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു കസ്റ്റമർ ഒരു ഐസ്ക്രീം കഴിച്ചു. ആദ്യത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞാൽ സെയിം യൂണിറ്റ് ഓഫ് ഐസ്ക്രീം വീണ്ടും കഴിച്ചു. അതായത് ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും വ്യത്യാസം ഇല്ലാണ്ട് സെയിം യൂണിറ്റ് തന്നെ വീണ്ടും കഴിച്ചു. രണ്ടാമതുള്ള ഐസ്ക്രീം കഴിക്കുമ്പോൾ ആദ്യം കിട്ടിയ കുറച്ച് കുറയില്ലേ, വീണ്ടും നെക്സ്റ്റ് അങ്ങനെ അടുത്തടുത്ത യൂണിറ്റ് ഓഫ് ഐസ്ക്രീം കഴിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുമല്ലോ. അപ്പം അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. Marginal utility refers to additional utility derived by the consumer from the consumption of an additional unit of a commodity. ഒരു കമ്മോഡിറ്റിയുടെ അഡീഷണൽ യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, അതിലേക്ക് ആ ലോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കോൺസെപ്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നോർമലി യൂട്ടിലിറ്റി എന്ന് പറയാം. ഈ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ സെയിം ഐറ്റം തന്നെ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ആ ആൾക്ക് ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ലോ ഓഫ് ഡിമിനിഷിങ് യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി, ആ ഒരു തിയറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, as the consumer consumes more and more units of a same good, the additional utility from each additional unit goes on decreasing. അതായത് ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു കൺസ്യൂമർ ഫസ്റ്റത്തെ ഐസ്ക്രീം കഴിച്ചു, അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ട്. നെക്സ്റ്റ് പീസ് സെയിം പീസ് തന്നെ വീണ്ടും കഴിച്ചു, അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കുറയും. അങ്ങനെ കഴിച്ച് ലാസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഡിക്രീസ് ചെയ്താ വരുന്നത്, യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്താ വരുന്നത്. അതിനാണ് ആ തിയറി, അതായത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഡിക്രീസ് ചെയ്ത് വരും. അതാണ് ഈ തിയറി വെച്ചിട്ട് നമ്മൾ പറയുന്നത്. കൺസ്യൂമർ മോർ ആൻഡ് മോർ ഓഫ് യൂണിറ്റ്സ് ഓഫ് സെയിം ഗുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ അഡീഷണൽ യൂണിറ്റ്, അതായത് അഡീഷണൽ യൂട്ടിലിറ്റി ഫ്രം ഈച്ച് യൂണിറ്റ് ഗോസ് ഓൺ ഡിക്രീസിങ്, അങ്ങനെ കുറഞ്ഞു വരും. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് പ്രൊഫസർ ആൽഫ്രഡ് മാർഷൽ ആണ്. This theory was developed by Professor Alfred Marshall. ഈ തിയറിയുടെ അസംഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ അസംഷൻ ആണ് റാഷണാലിറ്റി. റാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ചെയ്യണത് ശരിക്കും ഈ അഡീഷണൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞാ വരിക. ഇനി നേരെ തിരിച്ച് ഉള്ള ആൾക്കാരും ഉണ്ടല്ലോ, അതായത് കൂടുതൽ കഴിക്കുന്തോറും അല്ലെങ്കിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്തോറും സാറ്റിസ്ഫാക്ഷൻ കൂടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അവരെ അല്ല കൺസിഡർ ചെയ്യുന്നത്, റാഷണൽ ആയിട്ടുള്ള സാധാരണക്കാര്, അതായത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് അഡീഷണൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്താ വരുന്നത്. ഇനി നെക്സ്റ്റ് അടുത്തൊരു അസംഷൻ, കമോഡിറ്റീസ് ഷുഡ് ബി ഹോമോജിനസ് ആൻഡ് നോർമൽ. കമോഡിറ്റീസ് ഹോമോജിനസ് ആയിരിക്കണം, നോർമൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗോൾഡോ സിൽവറോ ഒക്കെ ആണെങ്കിൽ എക്സ്ട്രാ കൺസ്യൂം ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി എന്താ ചെയ്യുക, മാർജിനൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക. അതായത് സംതൃപ്തി കൂടുതലേ ഉള്ളൂ. ഗോൾഡും ഡയമണ്ടൊക്കെ കൂടുതൽ വരുമ്പോൾ മറ്റേ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അതുപോലത്തെ ഗുഡ്സിനെ വെച്ചിട്ട് നമുക്ക് ഈ തിയറി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ തിയറി അങ്ങനത്തെ ഗുഡ്സിന് വർക്ക് ആവില്ല. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കമ്മോഡിറ്റി ആയിരിക്കണം, ഹോമോജീനസ് ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ള കമ്മോഡിറ്റി ആയിരിക്കണം. പിന്നെ നോ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ഓഫ് ഗുഡ്സ്. ഇപ്പൊ ഈ ഗുഡ്സ്, അതായത് ഐസ്ക്രീമിന്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു ഐസ്ക്രീം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞല്ല അടുത്തത് കഴിക്കേണ്ടത്. അത് തുടരെ കഴിച്ചുകൊണ്ടിരിക്കണം, ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു അസംഷൻ ആണ്. പിന്നെ നോ ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ടേസ്റ്റിലും പ്രിഫറൻസസിലും ഒന്നും ചേഞ്ച് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, സെയിം യൂണിറ്റ് തന്നെ കൺസ്യൂം ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ് അടുത്ത അസംഷൻ ആണ് നോ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. കമ്മോഡിറ്റിയുടെ പ്രൈസിലും ചേഞ്ച് വരാൻ പാടില്ല. അപ്പം ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ആ തിയറിയുടെ അസംഷൻസ്, ഫസ്റ്റ് വൺ റാഷണാലിറ്റി, അതായത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ, നോർമൽ പീപ്പിളിനെ. പിന്നെ കമ്മോഡിറ്റീസ് ഷുഡ് ബി ഹോമോജിനസ് ആൻഡ് നോർമൽ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കണം. ഗോൾഡ്, ഡയമണ്ട് അതുപോലത്തെ കമ്മോഡിറ്റീസ് കൺസിഡർ ചെയ്യില്ല, അതിൽ ഈ തിയറി വർക്ക് ആവില്ല.
പിന്നെ നോ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ഓഫ് ഗുഡ്സ് കൺസ്യൂം ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കണം. പിന്നെ നോ ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ലാസ്റ്റ് വൺ നോ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഇത്രയാണ് ഈ തിയറിയുടെ അസംഷൻസ് വരുന്നത്. ഇനി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഒരു കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഫസ്റ്റ് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളില് കൺസ്യൂം ചെയ്ത യൂണിറ്റ്സ്, കൺസ്യൂം ചെയ്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. സെക്കൻഡ് കോളത്തില് ടോട്ടൽ യൂട്ടിലിറ്റി, തേർഡ് കോളത്തില് മാർജിനൽ യൂട്ടിലിറ്റി. ഇതിൽ ആ ടോട്ടൽ യൂട്ടിലിറ്റി എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. ഇനി ഫസ്റ്റ്, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, രണ്ട് കാര്യങ്ങളും ഒരു ഗ്രാഫിൽ തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് എക്സ് ആക്സിസില് കൺസ്യൂം ചെയ്ത യൂണിറ്റുകൾ മാർക്ക് ചെയ്തു. നിങ്ങൾ ആ ടേബിളിൽ നോക്കുകയാണെങ്കിൽ 0, 1, 2, 3, 4, 5, 6, 7 അങ്ങനെ യൂണിറ്റ്സ് കൺസ്യൂംഡ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എക്സ് ആക്സിസിൽ വരച്ചു. വൈ ആക്സിസിൽ നമ്മൾ യൂട്ടിലിറ്റി ആണ് പ്ലോട്ട് ചെയ്തത്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്ത യൂണിറ്റും ടോട്ടൽ യൂട്ടിലിറ്റി ആ രണ്ട് വാല്യൂസും ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ആദ്യമേ 0, 0 ആണ്. 0 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 0. 1 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 10. പിന്നെ 2 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 18. 3 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 24. അങ്ങനെ 7 യൂണിറ്റ് ലാസ്റ്റ് വന്നിരിക്കുന്നത്, അത് 27. അങ്ങനെ പ്ലോട്ട് ചെയ്തു. അപ്പൊ നമുക്കൊരു കർവ് കിട്ടും. ആ കർവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് പിന്നീട് ഡിമിനിഷ് ചെയ്ത് നെഗറ്റീവിലേക്ക് പോവുക ചെയ്തിരിക്കുന്നത്. ആദ്യം തുടക്കത്തിൽ ഇൻക്രീസിങ് റേറ്റ് ആണ്, പിന്നെ ഡിക്രീസിങ് റേറ്റിലേക്ക് വന്നു, പിന്നെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ മാക്സിമം റീച്ച് ചെയ്യും, എന്നിട്ട് പിന്നെ നെഗറ്റീവിലേക്ക് പോകുന്നു ടോട്ടൽ യൂട്ടിലിറ്റി. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് കൺസ്യൂം ചെയ്തതും പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി ആ രണ്ട് വാല്യൂസും പ്ലോട്ട് ചെയ്യുമ്പോഴും, അതായത് സെയിം ഗ്രാഫിൽ തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കർവും കിട്ടും. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റിയുടെ ടേബിളിൽ നോക്കിയാൽ നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞാ വരുന്നത്. അതായത് 0, 10, 8, 6, 3, 2, 0 അങ്ങനെ പിന്നെ ലാസ്റ്റ് നെഗറ്റീവിലേക്ക് വരുന്നു. അതായത് ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് നെഗറ്റീവിലേക്ക് പോകുന്നു. അതാണ് ആ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കർവ് എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്തോറും യൂട്ടിലിറ്റി, അതായത് യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ആ ഒരു തിയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ്. എക്കണോമിക്സിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഫസ്റ്റ് നമ്മൾ ഡിമാൻഡ് ആണ് പഠിക്കാൻ പോകുന്നത്. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ ദ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. അതായത് ഇപ്പം ഒരു കമ്മോഡിറ്റി ഒരു കൺസ്യൂമറിന് വാങ്ങാനുള്ള ആഗ്രഹം, അതായത് ഡിസയർ, പിന്നെ അത് വാങ്ങാനുള്ള, അതായത് ഒരു കമ്മോഡിറ്റി വാങ്ങാനുള്ള എബിലിറ്റി, അതുപോലെ ആ കമ്മോഡിറ്റിക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വില്ലിംഗ്നെസ്, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് ഒരു കമ്മോഡിറ്റി വാങ്ങാനുള്ള ആഗ്രഹം, ആ കമ്മോഡിറ്റി വാങ്ങാനുള്ള കഴിവ്, അതുപോലെ ആ കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ട് പേ ചെയ്യാനുള്ള മനസ്സ്, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അതർ ടേംസിൽ പറയുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഇറ്റ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് ഇൻ ദ മാർക്കറ്റ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ, അതായത്
ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ആപ്പിൾ എടുത്തോ. ഇപ്പൊ 1 kg ആപ്പിളിന് 200 റുപ്പീസ് ആണെന്ന് വിചാരിച്ചോ. ആ 1 kg ആപ്പിള് 200 റുപ്പീസിന് എത്ര ക്വാണ്ടിറ്റി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അന്നത്തെ ആ ആപ്പിളിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ എത്ര ക്വാണ്ടിറ്റി സെല്ലായിട്ടുണ്ടെന്നുള്ളത് ഒരു പർട്ടിക്കുലർ ടൈമില്. ഇനി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ, പ്രൈസ് ഇസ് ദ വാല്യൂ ഓഫ് എ തിങ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പ്രൈസ് എന്ന് പറയുമ്പോൾ മണിയുടെ ടേംസിൽ നമ്മൾ വാല്യൂസിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത്. മണിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് 6 ഫാക്ടേഴ്സ് ആണുള്ളത്. ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫാക്ടർ ആണ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതുപോലെ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതായത് പ്രൈസും അതുപോലെ ഡിമാൻഡും, കമ്മോഡിറ്റിയുടെ പ്രൈസ് ആൻഡ് ഡിമാൻഡ് രണ്ടും ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണുള്ളത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പിലാണ് ഉള്ളത്. ഓക്കെ, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആണ് ഫസ്റ്റ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് 6 എണ്ണം ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. പ്രൈസും ഡിമാൻഡും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഇനി അതിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എസെൻഷ്യൽ ഗുഡ്സും ലക്ഷറി ഗുഡ്സും കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ലോ വർക്ക് ആവില്ല. ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അതുപോലെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറയും. ഇനി ഇപ്പോൾ അതിന് എക്സെപ്ഷണൽ കേസസ് ഉണ്ടെന്ന് പറഞ്ഞു. എസെൻഷ്യൽ ഗുഡ്സും ലക്ഷറി ഗുഡ്സും. എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടല്ലേ? ഡൗട്ട് ഒന്നാ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ്, നമുക്ക് ആവശ്യം കൂടുമ്പോൾ പ്രൈസ് കൂടല്ലേ ചെയ്യാം. ഇപ്പൊ ഒരു കമ്മോഡിറ്റിക്ക് പ്രൈസ് കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടും. ഓക്കെ, അതായത് പ്രൈസ് കുറവാണെങ്കിലാണല്ലോ ഡിമാൻഡ് കൂടുതലുള്ളത്. ആ അത് ഓക്കെയാണ്. പിന്നെ ഡിമാൻഡിന്റെ കേസ് പറഞ്ഞുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആയതാ. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറയല്ലോ എന്ന് ഞാൻ ചോദിച്ചു. ഹലോ, എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ മാം. ഇത് എല്ലാ കേസിലും വർക്ക് ആവില്ല. മറ്റേ എസെൻഷ്യൽ ഗുഡ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയാണ്, അപ്പൊ ഒരു മെഡിസിൻ വാങ്ങിക്കണം. അങ്ങനെ മെഡിസിൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ കേസിൽ നമ്മൾ പ്രൈസ് നോക്കില്ലല്ലോ. പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആ മെഡിസിൻ വാങ്ങിക്കാണ്ടിരിക്കില്ലല്ലോ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ലക്ഷറി ഗുഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ബെൻസ് കാറ് പൈസ കുറഞ്ഞിട്ട് വാങ്ങിക്കാൻ നിൽക്കില്ലല്ലോ. അവർ എത്ര പൈസയാണോ അത്ര കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമല്ലോ. അല്ലെങ്കിൽ ഐഫോൺ ഒക്കെ ആണെങ്കിലും ലക്ഷറി ഗുഡ്സിന്റെ കൂട്ടത്തിൽ കൂട്ടാലോ. അപ്പൊ ആ കേസിലൊക്കെ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ല, ഡയറക്റ്റ് റിലേഷൻഷിപ്പിലാണുള്ളത്. ഓക്കെ,
ഇനി നമ്മൾ ഈ എസെൻഷ്യൽ ഗുഡ്സിനെ ഗിഫൻ ഗുഡ്സ് എന്നും പറയും. എസെൻഷ്യൽ ഗുഡ്സിന് അനദർ നെയിം ഗിഫൻ ഗുഡ്സ്. അതുപോലെ ലക്ഷറി ഗുഡ്സിന് അതർ നെയിം വെബ്ലൻ ഗുഡ്സ്. ഓക്കെ, അപ്പം ഗിഫൻ ഗുഡ്സും വെബ്ലൻ ഗുഡ്സും എന്ന് പറയാം. ആ രണ്ട് കേസിലും ഈ പറഞ്ഞ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിൽ അല്ല ഉള്ളത്. പ്രൈസും ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പിലാണ് ഉള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ഇൻകം കൂടുമ്പോ ഡിമാൻഡ് കൂടും. ഇൻകം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഐറ്റംസ് വാങ്ങിക്കും. അപ്പൊ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും എന്നാണ്. അപ്പം നോർമൽ ഗുഡ്സിന്റെ കേസിലാ. ഇവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് എക്സെപ്ഷണൽ ഗുഡ്സ്. ഇൻകത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിന്റെയും എക്സെപ്ഷണൽ ഗുഡ്സിന്റെ കാര്യവും പറയണം. അപ്പം എക്കണോമിക്സിലെ ഇൻകത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് വൈ, ക്യാപിറ്റൽ ലെറ്റർ വൈ വെച്ചിട്ടാണ്. പ്രൈസിനെ ക്യാപിറ്റൽ ലെറ്റർ പി വെച്ചിട്ടും. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആണ്. അപ്പം ഇനി ഇൻകം കൂടുമ്പോ ഡിമാൻഡും കൂടും. അതുപോലെ ഇൻകം അതെ, ഓക്കെ, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. അത് നോർമൽ ഗുഡ്സിന്. ഇനി ഇതിലും എക്സെപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് എക്സെപ്ഷണൽ ഗുഡ്സ്. ഇനി ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇൻകം കൂടുതലുള്ള ആൾക്കാർ റേഷൻ ഷോപ്പിൽ നിന്നൊന്നും അധികം അങ്ങനെ ഗുഡ്സ് വാങ്ങില്ലല്ലോ. അത് അവർക്ക് ഇൻഫീരിയർ ആയിട്ട് ഫീല് ചെയ്യണോണ്ട്. അപ്പം ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഇല്ലേ. അപ്പം ഇൻകം കൂടുമ്പോ ആ കേസിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇനി എക്സെപ്ഷണൽ ഗുഡ്സ് ഉണ്ട്. എക്സെപ്ഷണൽ ഗുഡ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇൻകം കൂടിയാലും കുറഞ്ഞാലും ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇൻകം കൂടിയാലും ശരി കുറഞ്ഞാലും ശരി ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എക്സെപ്ഷണൽ ഗുഡ്സിന്റെ കേസിൽ. ഇപ്പൊ എക്സെപ്ഷണൽ ഗുഡ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സോൾട്ട് ഒക്കെ ഉണ്ടല്ലോ. സോൾട്ട് ഇപ്പൊ ഇൻകം കൂടിയാലും കുറഞ്ഞാലും ഒരുപോലെ തന്നെ വാങ്ങിക്കുമല്ലോ, കോൺസ്റ്റന്റ് ആണല്ലോ. അങ്ങനെ സെക്കൻഡ് ഫാക്ടർ നമ്മൾ പറഞ്ഞു ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അപ്പൊ ഇൻകം ഓഫ് ദി കൺസ്യൂമർ പറയുമ്പോൾ നമ്മൾ രണ്ട് ഗുഡ്സിന്റെ കാര്യം എക്സെപ്ഷണൽ ആയിട്ട് പറഞ്ഞു, ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് എക്സെപ്ഷണൽ ഗുഡ്സ്. ഇനി അടുത്ത ഫാക്ടർ, നെക്സ്റ്റ് ഫാക്ടർ അഫക്റ്റിംഗ് ദ ഡിമാൻഡ് ആണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ടേസ്റ്റും പ്രിഫറൻസസും അനുസരിച്ചിട്ട് ഡിമാൻഡ് ചേഞ്ച് വരാം. പിന്നെ അടുത്തത് വരുന്നത് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി. നെക്സ്റ്റ് ഫാക്ടർ ഈസ് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി. അപ്പം അതായത് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി എന്ന് പറയുമ്പം ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുന്നു. അതാണ് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കേസിലും എക്സെപ്ഷൻസ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം ടീ ആൻഡ് കോഫി. ടീക്ക് പ്രൈസ് കൂടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ കോഫി കൺസ്യൂം ചെയ്യാൻ തുടങ്ങും ഇല്ലേ. അത് പകരമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതല്ലേ. അല്ലെങ്കിൽ വീറ്റ് ഓർ റൈസ് അങ്ങനെയൊക്കെ ഉള്ള കേസിൽ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരെണ്ണത്തിന്റെ വില കൂടുമ്പോൾ മറ്റേ അടുത്ത പ്രോഡക്റ്റ് വാങ്ങിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ആദ്യത്തെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുമ്പോൾ അതർ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടും. ടീ ആൻഡ് കോഫി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീക്ക് വില കൂടുമ്പോൾ ടീയുടെ ഡിമാൻഡ് കുറയും. അപ്പോൾ അതിന്റെ അതർ ഗുഡ് ആയിട്ടുള്ള കോഫിക്ക് വില കുറവാണെങ്കിൽ കോഫി കൺസ്യൂം ചെയ്യും ആൾക്കാർ. കോഫിക്ക് ഡിമാൻഡ് കൂടും. അങ്ങനെ. ഇനി കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ രണ്ടും ജോയിന്റ് ആയിട്ട് സോൾഡ് അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെഹിക്കിൾ ആൻഡ് ഫ്യൂവൽ.
വെഹിക്കിൾ ആൻഡ് ഫ്യൂവൽ കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്. കൺസ്യൂമറിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് ഡിമാൻഡ് കൂടാം. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി പോപ്പുലേഷൻ. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും, പിന്നെ അങ്ങനെ ഡിമാൻഡ് കൂടും. അങ്ങനെ 6 ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, സെക്കൻഡ് വൺ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, തേർഡ് വൺ taste and preferences of consumer, fourth one price of other commodity, fifth one consumer expectations, and seventh one is size of population. ഇപ്പൊ ഡിമാൻഡ് എന്താന്ന് പറഞ്ഞു, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡും പറഞ്ഞു. അത് 6 എണ്ണമാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ 6 കാര്യങ്ങൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് 6 എണ്ണം പറഞ്ഞില്ലേ. അപ്പം ഈ 6 ഫാക്ടേഴ്സും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് ഡിമാൻഡ് ഫംഗ്ഷനിൽ നമുക്ക് കിട്ടുന്നത്. ഡിമാൻഡ് ഫംഗ്ഷൻ ഷോസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ demand for a commodity and factors affecting demand is called demand function. ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന 6 ഫാക്ടേഴ്സ് പറഞ്ഞു. അതുപോലെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, അതുപോലെ ഡിമാൻഡ്, അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിമാൻഡ് ഫംഗ്ഷൻ dn equal to function of Pn, P1 etc up to Pn minus 1 phi t e h g u അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഓരോ ടേംസും എന്താന്ന് വെച്ചാൽ dn എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഫോർ ദി കമ്മോഡിറ്റി n എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ആണ് dn റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ Pn തന്നിട്ടുണ്ട്, അതായത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി n എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയുടെ പ്രൈസ്. ഞാൻ പറഞ്ഞായിരുന്നു എക്കണോമിക്സിൽ പ്രൈസ് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ പി വെച്ചിട്ടാണ്. പിന്നെ അടുത്തത് റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് ആണ് നെക്സ്റ്റ് തന്നിട്ടുള്ളത്, അതായത് P1 എക്സെട്ര അപ് ടു Pn മൈനസ് 1 എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് y തന്നിട്ടുണ്ട്. y മീൻസ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. എക്കണോമിക്സിൽ ഇൻകം റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ y വെച്ചിട്ടാണ്. അടുത്ത ടി തന്നിട്ടുണ്ട്, ദാറ്റ് മീൻസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമർ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇ, ക്യാപിറ്റൽ ലെറ്റർ ഇ റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് ആണ്. പിന്നെ അടുത്ത ലെറ്റർ, അതായത് എച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. അതായത് ആ 6 ഫാക്ടേഴ്സും ഡിമാൻഡും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്നത്. ആ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താന്ന് എഴുതണം, പിന്നെ അതിലെ ഓരോ ടേംസ് എന്താന്നുള്ളതും റെപ്രസെന്റ് ചെയ്യണം. അത് നോട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ സെൻഡ് ചെയ്ത് തന്നോളാം. നെക്സ്റ്റ് വൺ, ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ്, അതായത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്, പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അതായത് നമ്മളിപ്പോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് 6 എണ്ണം പറഞ്ഞു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് 6 ഫാക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ അതില് പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ആ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് ലോ ഓഫ് ഡിമാൻഡ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, അതുപോലെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതായത് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ആർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആണ്
ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് 6 ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന 6 ഫാക്ടേഴ്സ് ആണുള്ളത്. അതിന്റെ പ്രൈസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പിന്നെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അതായത് രണ്ടും ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണെന്നാണ് നമ്മുടെ അസംഷൻ. ഇനി നെക്സ്റ്റ് ഡിമാൻഡ് ഷെഡ്യൂളിന്റെ കാര്യം പറയാം. ഡിമാൻഡ് ഷെഡ്യൂൾ, അതായത് നമുക്ക് ഡിമാൻഡ് കർവ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടേബിളിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഇത് നമ്മൾ വീറ്റ്, ഫോർ എക്സാമ്പിൾ വീറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഷെഡ്യൂൾ ആണുള്ളത്. ആദ്യമേ പ്രൈസ്, ഓരോ കെജിക്കും എത്ര രൂപയാന്നുള്ളത് തന്നിരിക്കുന്നത്. പ്രൈസ് പെർ കെ ജി 20, 30, 40, 50 അങ്ങനെ തന്നിട്ടുണ്ട് പ്രൈസ്. പിന്നെ നെക്സ്റ്റ് കോളത്തില് ക്വാണ്ടിറ്റിയാണ് തന്നിരിക്കുന്നത്, കിലോഗ്രാം പെർ മന്ത്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അത് 6543 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് പ്രൈസ് 20 ആയിരുന്നപ്പോ ക്വാണ്ടിറ്റി 6 kg ആണ്. പ്രൈസ് 30 ആയപ്പോ ക്വാണ്ടിറ്റി സെല് ചെയ്തിട്ടുള്ള 5, പ്രൈസ് 40 ആയപ്പോ ക്വാണ്ടിറ്റി 4, പ്രൈസ് 50 ആയപ്പോ ക്വാണ്ടിറ്റി 3. അപ്പൊ അത് രണ്ട് ടേബിളിൽ ആ 2 കോളം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറഞ്ഞാണല്ലേ പോകുന്നത്. 20 ആയിരുന്നപ്പോ ക്വാണ്ടിറ്റി 6 ആണ് ഡിമാൻഡ് ഉണ്ടായിരുന്നത്. പ്രൈസ് 30 ആയപ്പോ ഡിമാൻഡ് കുറഞ്ഞു, അതായത് 6ന്ന് 5 ക്വാണ്ടിറ്റി ആയിട്ട് കുറഞ്ഞു. പ്രൈസ് 40 വന്നപ്പോഴത്തേക്കും ആ 5ൽ നിന്ന് പിന്നെ ക്വാണ്ടിറ്റി 4 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ അപ്പം പ്രൈസ് കൂടിയപ്പോ ഡിമാൻഡ് കുറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി കുറഞ്ഞല്ലേ വന്നിരിക്കുന്നത്. പിന്നെ റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ABCF തന്നിട്ടുണ്ട്. അത് നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഡിമാൻഡ് കർവ് പ്ലോട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആ ടേബിളിൽ തന്നിട്ടുണ്ടല്ലോ ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ്. അപ്പൊ ക്വാണ്ടിറ്റി X ആക്സിസിൽ കൊടുക്കണം, Y ആക്സിസിൽ പ്രൈസും കൊടുത്തിട്ട് ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കിട്ടും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവാ കിട്ടുന്നത്. അതിൽ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ABCF എന്ന് പറഞ്ഞിട്ട്. ഡിമാൻഡ് കർവ് ആക്ച്വലി നെഗറ്റീവ്ലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. നെഗറ്റീവ്ലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതായത് പ്രൈസും ഡിമാൻഡും വെച്ചിട്ട് നമ്മൾ ഒരു കർവ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഇനി ഈ ലോ ഓഫ് ഡിമാൻഡിന്റെ കേസിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഇൻഫീരിയർ ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ്, ലൈഫ് സേവിങ് ഗുഡ്സ്, ബേസിക് നെസസിറ്റീസ്, ഈ കേസൊക്കെ വരുമ്പോ ഈ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡിന്റെ കാര്യത്തിൽ എക്സെപ്ഷൻ ഉണ്ട്. രണ്ടും പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലല്ലായിരിക്കും, ഡയറക്റ്റ് റിലേഷൻഷിപ്പിലായിരിക്കും. ഇനി ഡിമാൻഡിന് 2 ടൈപ്പ് ചേഞ്ചസ് ആ വരാവുന്നത്. 2 types of changes are possible for demand. ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന ചേഞ്ച്, ഡിമാൻഡിന് വരുന്ന ചേഞ്ച്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. ഒന്ന് പ്രൈസ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ച്, 2 പ്രൈസ് അല്ലാണ്ട് ബാക്കിയുള്ള ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ച്, ഡിമാൻഡിന് വരുന്ന ചേഞ്ച്. ഇനി പ്രൈസ് കാരണം ഡിമാൻഡിന് ഉണ്ടാവുന്ന ചേഞ്ച്, പ്രൈസ് ചേഞ്ചസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ ഒരു കേസിൽ നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC പറഞ്ഞിരുന്നു, കർവ് ഷിഫ്റ്റ് ചെയ്യണ കാര്യം പറഞ്ഞു. അപ്വേർഡും ഷിഫ്റ്റ് ചെയ്തു, ഡൗൺവേർഡും ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. സിമിലർലി ഈ കേസിലും, അതായത് ഡിമാൻഡ് കർവിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഫോർവേഡ് അല്ലെങ്കിൽ മറ്റെന്താണ് റൈറ്റ് സൈഡിലേക്ക് കർവ് ഷിഫ്റ്റ് ആകുന്നത് പ്രൈസിന് വരുന്ന ചേഞ്ച് വരുമ്പോഴാണ്. പ്രൈസ് ഒഴിച്ച് ബാക്കിയുള്ള ക്വാണ്ടിറ്റിക്കൊക്കെ ചേഞ്ച് വരുമ്പോൾ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഡൗൺവേർഡ്സ് ആണ്. ഷിഫ്റ്റ് അപ്വേർഡ്സ് വരുന്നത് പ്രൈസിന് ഉണ്ടാവുന്ന ചേഞ്ച് വരുമ്പോഴും
ഡൗൺവേർഡ്സ് ഷിഫ്റ്റ് ആവുന്നത് അതർ ഫാക്ടേഴ്സിന് വരുന്ന ചേഞ്ചിലുമാണ്. അത് ഞാൻ ഒന്നുകൂടി പറയാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, 2 ടൈപ്പ് ചേഞ്ചാ പറഞ്ഞത്. ഒന്ന് പ്രൈസിന് വരുന്ന ചേഞ്ച് കൊണ്ട് ഡിമാൻഡിന് ഉണ്ടാകുന്ന ചേഞ്ച്, പിന്നെ പ്രൈസ് ഒഴിച്ച് ബാക്കിയുള്ള ഫാക്ടേഴ്സിന് വരുന്ന ചേഞ്ച് കൊണ്ട് ഡിമാൻഡിന് വരുന്ന ചേഞ്ച്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നു, ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന കേസിൽ ഡിമാൻഡിന് എക്സ്പാൻഷനും സംഭവിക്കാം, ഡിമാൻഡിന് കോൺട്രാക്ഷനും സംഭവിക്കാം. അപ്പം ആ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ എ ടു ബി എന്നുള്ള, അതായത് എയിൽ വരുമ്പോഴത്തേക്കും പ്രൈസ് 3, ക്വാണ്ടിറ്റി 90. പ്രൈസ് 3യും ക്വാണ്ടിറ്റി 90 ആണ്. പിന്നെ ബിയിലേക്ക് വരുമ്പോൾ പ്രൈസ് 4ഉം ക്വാണ്ടിറ്റി 80. അതായത് അവിടെ സംഭവിച്ചേക്കുന്നത് എന്താണ്? പ്രൈസ് കുറവുള്ളപ്പോൾ ഡിമാൻഡ് കൂടുതലായിരുന്നു. അതാണ് പ്രൈസ് 3 ആയിരുന്നപ്പോ ക്വാണ്ടിറ്റി 90 ആണ് വന്നിട്ടുള്ളത്. ഇനി പ്രൈസ് കൂടി 4 ആയി കഴിഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി 80 ആയിട്ട് കുറഞ്ഞു. അപ്പൊ അവിടെ എന്താ? ഡിമാൻഡിന് കോൺട്രാക്ഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്, ഡിക്രീസ് അല്ലേ. അതുകൊണ്ട് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. ഇനി എ ടു സി എന്നുള്ള ഗ്രാഫിലെ എ ടു സി എന്നുള്ള പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ എയില് പ്രൈസ് വരുന്നത് 3, ക്വാണ്ടിറ്റി 90. ഇനി സിയില് പ്രൈസ് വരുന്നത് 2ഉം സി എന്ന് പറഞ്ഞ പോയിന്റില്, അപ്പൊ ക്വാണ്ടിറ്റി വരുന്നത് 100. അതായത് പ്രൈസ് കുറഞ്ഞു, പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് സെല്ലായിട്ടുണ്ട്. അപ്പൊ അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ പ്രൈസിന്റെ കാര്യം, പ്രൈസ് ചേഞ്ച് ആവുന്നു, ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുമ്പോൾ 2 തരത്തിലുള്ള ചേഞ്ച് ആണ് വരുന്നത്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും. എ ടു ബി കൺസിഡർ ചെയ്യുവാണെങ്കിൽ പ്രൈസ് 3 വന്നപ്പം ക്വാണ്ടിറ്റി 90 ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് 4 വന്നപ്പോഴത്തേക്കും ബി എന്ന് പറഞ്ഞ പോയിന്റില് പ്രൈസ് 4 ആണ്, അപ്പൊ ക്വാണ്ടിറ്റി 80 ആണ് വന്നേക്കുന്നത്. അപ്പൊ അത് കുറയുവാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് കൂടിയപ്പോ ക്വാണ്ടിറ്റി കുറഞ്ഞാ വന്നത്, അതാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഇനി എ ടു സി നോക്കുകയാണെങ്കിൽ പ്രൈസ് കുറഞ്ഞപ്പോഴത്തേക്കും, അതായത് 2 വന്നപ്പം ക്വാണ്ടിറ്റി 100 ആയി, പ്രൈസ് 3 ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി 90 ആയിരുന്നു. അപ്പൊ ഇവിടെ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രൈസ് ഒഴിച്ച് ബാക്കിയുള്ള ഫാക്ടേഴ്സ് ചേഞ്ച് ആവുന്നു. ആ കേസില് ഡിമാൻഡ് കർവിന് ഷിഫ്റ്റ് വരും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അപ്വേർഡ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് ഡിമാൻഡ് കർവ്. അപ്പം ഇവിടുന്ന് ഡിന്ന് D1ലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്, ഫിഗറിൽ കാണാം. ഡിമാൻഡ് കർവ് ഡിന്ന് D1ലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, അതായത് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ കാണിക്കുന്നത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആണ് അത് നമുക്ക് തരുന്നത്. ഇനി ഡിന്ന് D1ലേക്ക്, അതായത് താഴത്തോട്ട് ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് കാണിക്കുന്നത് അതില്. അതായത് ആ പ്രൈസും ക്വാണ്ടിറ്റിയും നോക്കിയാൽ മതി, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. നമ്മൾ ഇന്ന് പറഞ്ഞത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞു, പിന്നെ
ഡിമാൻഡ് പറഞ്ഞു, ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു.